അതായത് ഒരു 30 സീറ്റിന്റെയെങ്കിലും വ്യത്യാസത്തിൽ ജയിക്കും അല്ലെങ്കിൽ അധികാരത്തിൽ തുടരും എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. അപ്പോഴും കഴിഞ്ഞ എക്സിറ്റ് പോളുകൾ തിരിച്ചു വന്നത് ഇന്ത്യ സഖ്യത്തിന്, അതായത് മഹാസഖ്യത്തിന് ഫേവറബിൾ ആയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. എന്നാൽ യഥാർത്ഥ ഫലം വരുമ്പോൾ കംഫർട്ടബിളായി കടന്നുകൂടാൻ NDAക്ക് സാധിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ RJDക്ക് ഭരണത്തിന് പുറത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ബീഹാറിൽ കാണും. ആകെ 243 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ 122 സീറ്റുകൾ ഉള്ളവർ ഭരിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ മാർജിനിലാണ് NDA ഭരിച്ചത്. 125 3 സീറ്റുകളുടെ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ചിരാഗ് പാസ്വാൻ. അതെ, എന്നിട്ട് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഞാൻ നിൽക്കും എന്നുള്ളത്, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ മറിച്ചാവുകയാണെങ്കിൽ അതെ, ഇതിപ്പോ 150 സീറ്റുകൾ വരെ നേടുകയാണെങ്കിൽ അത് വലിയ നിതീഷ് കുമാറിന്റെ ആത്മവിശ്വാസം ചെറുതായിരിക്കില്ലല്ലോ. നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പീപ്പിൾസ് ഇൻസൈഡ് അഗൈൻ NDA 8ാമത്തെ എക്സിറ്റ് പോൾ ഫലവും NDAക്ക് എല്ലാം 148 വരെ. അതെ, 148 വരെയാണ്. ആ മാർജിനാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഒരു എക്സിറ്റ് പോളും 130-ൽ താഴെ NDAക്ക് പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം 130-ന് മുകളിലാണ്. അത്രമേൽ ആത്മവിശ്വാസമുണ്ട്. അതായത് തേജസ്വി യാദവിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ബദലാവോ എന്നുള്ള അവരുടെ മുദ്രാവാക്യം ഏഷ്യയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സീമാഞ്ചലിലാണെങ്കിലും ശരി, ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്ത പട്ന നഗര ഹൃദയങ്ങളിലാണെങ്കിലും ശരി, മുസ്ലിം യാദവ വോട്ടുകളിലടക്കം വിള്ളൽ വീണിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് സീമാഞ്ചലിൽ 24 സീറ്റുകളുണ്ട്. സീമാഞ്ചലിൽ ആ 24 സീറ്റുകളിൽ അസദുദ്ദീൻ ഒവൈസിയും ജൻസുരാജ് പാർട്ടിയും പ്രശാന്ത് കിഷോറും കാര്യമായ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. NDAക്ക് തുണയായി മാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്.